ഒരു 10-25 വർഷത്തിന് മുമ്പ് ഞാൻ ഫ്ലൈറ്റിൽ വെച്ചിട്ട് BKP കണ്ടു പരിചയപ്പെട്ടു. ആ കാലത്ത് തന്നെ ഒരു 200ഓളം ആഡ് ചെയ്ത ഡയറക്ടറാണ്. അപ്പം ഞാൻ അങ്ങനെ ചാൻസ് ചോദിച്ച് നടക്കുന്ന ആളല്ലായിരുന്നു ആ കാലത്ത്. എന്നാലും ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, അങ്ങനെ ഒരുപാട് പരസ്യചിത്രം കിടക്കുന്നില്ലേ, ചാണകം, കാലിത്തീറ്റ, എന്തെങ്കിലും ഒന്നിനെ വിളിച്ചുകൂടെ, ചാണകം വാരി തെങ്ങിനിട്ടാൽ നല്ലത്, എന്തെങ്കിലും എടുത്തുവിടാന്ന് വെച്ചാൽ എൻ്റെ തോളിൽ തട്ടി അതൊക്കെ ഒരു സമയം വരട്ടെ എന്ന് പറഞ്ഞൊരു ഷേക്കിൻ്റെ ഒന്ന് പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ ആദ്യമായിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞു ഗുലുമാല എന്നുള്ള സിനിമയിലിട്ടു. ഗുലുമാല സിനിമയൊക്കെ ഞാൻ വെച്ചൊരു ആഡ് ഡയറക്ടറെ പടത്തിൽ അഭിനയിക്കുകയാണ്. അപ്പോൾ മിക്കവാറും ഞാൻ ഈ ബോൺവിറ്റ നന്നായിരിക്കുന്നല്ലോ, ഈ ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റാണല്ലോ, ഈ പോൺസ് പൗഡർ ഇടുമ്പോൾ ഇങ്ങനെ കൊല്ലം പറയുമെന്ന് ചോദിച്ചു. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഒരു ആഡ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരാളുടെ നിന്ന് സ്പോൺസർ പൈസ വാങ്ങിച്ചിട്ട്, പ്രൊഡ്യൂസറും കൂടെയാണ്, ഒരു ഐറ്റത്തിന് പ്രോമിനൻസ് കാണിക്കുന്നതെല്ലാം ഉണ്ടാകുമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, കോമഡി ഫിലിമായിരുന്നു. അന്നത്തെ കാലത്ത് ആ പടം ഹിറ്റുമാണ്. അതിനുശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് ഈ സിനിമ ചെയ്യുന്നത്, പാലും പഴവും. നേരത്തെ മീര ജാസ്മിൻ പറഞ്ഞ മാതിരി നമ്മൾ ആ സെറ്റിൽ സമയം പോയത് അറിഞ്ഞില്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിനകത്ത് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച നിഷ സാരംഗിയുടെ ഉണ്ട്. നിഷ സാരംഗി 1-2 പടങ്ങളിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ നിരഞ്ജിത്ത് നിഷ സാരംഗിയുടെ മകനായിട്ട് 2 പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമയിൽ പോലും ഞങ്ങൾ തമ്മിലൊരു ബെഡ്റൂം സീൻ പോലും ഉണ്ടായിട്ടില്ല. ഇതൊക്കെയാണ് വിധി എന്ന് പറയുന്നത്. കാര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ പാലും പഴം എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പം അധികം പറഞ്ഞ എൻ്റെ രസം കളയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു പണ്ട് വളരെ പ്രശസ്തനായ നല്ല ഡയറക്ടറാണ് ഭീം സിംഗ് എന്നുള്ള ഡയറക്ടർ. നമ്മുടെ മരിച്ചുപോയ സുകുമാരി ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ഈ പറഞ്ഞൊരു തമിഴ് കണ്ട ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ ഭീം സിംഗ് സാറും ഉണ്ട്. അപ്പോൾ ഭീം സിംഗ് സാർ എടുക്കുന്ന പടങ്ങൾക്കെല്ലാം പാ എന്നുള്ള പേര് വെച്ചായിരിക്കും സിനിമകളാണ്. പാവമിന്നിപ്പ്, പാശമലർ, പാതുകാപ്പ്, പാലും പഴവും എല്ലാം പാ വെച്ച് തുടങ്ങുന്ന പടങ്ങൾ എല്ലാം അന്നത്തെ കാലത്ത് അധികം സിനിമകളിലും ശിവാജി ഗണേശൻ സാറായിരുന്നു. എല്ലാ പടങ്ങളും ഓൾമോസ്റ്റ് സൂപ്പർ ഹിറ്റാണ്. മാത്രമല്ല അന്നത്തെ കാലത്ത് പാലും പഴവും കൈകളിലേന്തി പവിഴവായിൽ പുന്നകി പോലെ മയ്യൽ പോൽ നീ വരുവാ, ഈ പാട്ട് പാടാത്ത ആൾക്കാരില്ല കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യയിലും. അത്ര സൂപ്പർ ഹിറ്റ് സോങ്ങാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ പാലും പഴവും എന്നുള്ള ആ സിനിമയുടെ അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ഇൻസ്പിറേഷൻ ആണെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല. ഇത് അതിൻ്റെ ഒരു സസ്പെൻസ് ഞാൻ പറയുന്നില്ല, അദ്ദേഹം തന്നെ പറയുമായിരിക്കും. അങ്ങനെയാണ് ഈ പടത്തിന് ഈ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഭീം സിംഗിൻ്റെ സാറിൻ്റെ പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റായതുമാതിരി പാലും പഴവും സൂപ്പർ ഹിറ്റാവട്ടെ. പ്രൊഡ്യൂസർ ഈ പറഞ്ഞ് ഞാൻ കണ്ടു, അദ്ദേഹം ശ്രീ ഉണ്ണിത്താൻ അന്ന് വരുമ്പോൾ കാലിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് അധിക സമയം വന്നില്ല. പിന്നെ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് മുമ്പ് തമിഴിൽ ചില പ്രൊഡ്യൂസേഴ്സ് ചെയ്തതാണ്, പൈസ തരാതിരിക്കാൻ വേണ്ടി. അയ്യോ കാല് വയ്യ, ഹോസ്പിറ്റലിൽ പോകണം, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, നമുക്ക് പൈസ വയ്ക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടില്ല. അതിന് മുമ്പ് ഇങ്ങോട്ട് ഇങ്ങനെയുള്ള സിമ്പതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇപ്പം കാലൊക്കെ ശരിയായി. പടം തീർന്നപ്പോഴത്തേക്ക് ഇതൊക്കെ അഴിച്ചു കളഞ്ഞു പിറ്റേന്നല്ലേ. അപ്പോൾ എല്ലാ വിജയാശംസകളും നേരുന്നുണ്ട്. ഈ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവരും, അശ്വൻ, എല്ലാവരും നല്ല സഹകരണമായിരുന്നു ഈ പടത്തിൽ. പിന്നെ ഇന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക ആൾക്കാർ സ്പോൺസർ ചെയ്താണെന്ന് അറിയില്ല, എല്ലാം മഞ്ഞയായിരിക്കും. എന്തായാലും മഞ്ഞ ഇടാതെ വന്നുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഡിന്നർ കിട്ടുന്ന കൊള്ളില്ല. ഓക്കെ, ആണോ? എന്ത് ചുവപ്പ് നീല അതില്ലേ? വ്യത്യാസമല്ലേ? ഓക്കെ, ചിലരൊക്കെ അറിഞ്ഞത് മഞ്ഞ ആയിക്കിട്ടുണ്ടെന്ന്. ഓക്കെ, താങ്ക് യു സോ